ഇപ്പോൾ കുറേ നാൾ കൂടി വെയിൽ വന്നിട്ടുണ്ട്. മഴയായിരുന്നു ഇത്രയും കാലം. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് വെയിലായി. ഇപ്പം ഞാൻ വേണ്ടി ഇവിടെ ഒരു കാട്ടിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. പണ്ടിത് വലിയൊരു കാടായിരുന്നു. വലിയ കാടെന്ന് പറഞ്ഞാൽ വലിയൊരു വനമായിരുന്നു. ആനയും പുലിയും കരടിയും ചെന്നായും അങ്ങനെ മിക്ക സാധനങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. മറ്റേ ജംഗിൾ ബുക്കിലുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം ഈ കാട്ടിലുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം മനുഷ്യന്മാർ ഈ കാട് കയ്യേറി. പിന്നെ യുദ്ധമായിരുന്നു, മൃഗങ്ങളും മനുഷ്യന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ പകുതി മൃഗങ്ങൾ തോറ്റിട്ട് അവർ വേറെ കാട്ടിലോട്ടൊക്കെ ഓടിപ്പോയി. പക്ഷെ മനുഷ്യർ തോറ്റില്ല. അവരിവിടെ വീടുകളൊക്കെ വെച്ച് ഇങ്ങനെ താമസിച്ച് ഒരു ഗ്രാമമാക്കിയെടുത്തു, ഒരു ചെറിയ ഗ്രാമം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ മൃഗങ്ങൾ പകുതിയും വേറെ വനത്തിലോട്ടൊക്കെ പോയി. കർണാടക വനത്തിലോട്ടും തമിഴ്നാട് വനത്തിലോട്ടും പിന്നെ അവിടെ ഇങ്ങനെ ഓരോ വനത്തിലോട്ടൊക്കെ അങ്ങ് പോയി. പിന്നുള്ള കുറേ എണ്ണം സൂവിലൊക്കെ ചെന്ന് വിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ബാക്കി വന്ന എന്തൊക്കെ മൃഗങ്ങളാണെന്ന് വെച്ചാൽ ഈ കാട്ടുപന്നി, മലയണ്ണാൻ, പിന്നെ സാധാരണ അണ്ണാൻ, പിന്നെന്താ ഉള്ളത് മറ്റേ സാധനം ഉണ്ടല്ലോ മരപ്പട്ടി, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ബാക്കി വന്നത്. ഈ ബാക്കി വന്ന സാധനങ്ങൾ ഇപ്പോഴും ഇറങ്ങും. മനുഷ്യന്മാരുമായിട്ടൊക്കെ നല്ല സൗഹൃദമാണ്. കാട്ടുപന്നിയും മനുഷ്യരും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റി എല്ലാവർക്കും അറിയുന്ന, പിന്നെ മലയണ്ണാനും മനുഷ്യനും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റി എല്ലാവർക്കും അറിയുന്ന, ഇങ്ങനെ മനുഷ്യന്മാരും മൃഗങ്ങളും തമ്മിലൊരു ഒരു 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 ഇതിലാണ് ഈ ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. പുറകെ നോക്കി കഴിഞ്ഞാൽ വലിയ കാടാണ്. ഇത് അവിടെ കാട്, ഇവിടെ കാട്, ഇങ്ങനെ വലിയ വനമാണ്. അങ്ങോട്ട് വലിയ വനമാണ്. ആൾക്കാർ ഇതിനെ റബ്ബർ തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതിനെ വനമായിട്ടാണ് കാണുന്നത്. ഓക്കെ.